صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والله جعل لكم من أنفسكم أزواجا وجعل لكم من أزواجكم بنين وحفدا ورزقكم من الطيبات أفبالباطل يؤمنون وبنعمة الله هم يكفرون സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ടും കഴിവിൻ്റെ പരമാവധി ആ നാഥനെ സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കണമെന്ന്, ആ നിലയിൽ തന്നെ മരണപ്പെടണമെന്ന് ആദ്യം സ്വന്തത്തെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു മതമായ ഇസ്ലാം, അത് പ്രകൃതിയുടെ മതമാണ്. അള്ളാഹുവിൻ്റെ മതം എന്നതോടൊപ്പം തന്നെ അത് പ്രകൃതി മതം കൂടിയാണ്. പ്രകൃതിക്ക് അനുയോജ്യമാം വിധമാണ് അതിൻ്റെ എല്ലാ വ്യവസ്ഥകളും നിയമങ്ങളും, എന്തിനേറെ ആരാധനകൾ പോലും മനുഷ്യപ്രകൃതിക്ക്, ശുദ്ധപ്രകൃതിക്ക് അനുകൂലമാണ്. സിബഗത്തല്ലാഹ് വമൻ അഹ്സനു മിനല്ലാഹി സിബഗ. ഇത് അള്ളാഹുവിൻ്റെ ഒരു വർണ്ണം നൽകലാണ്. അള്ളാഹുവിനേക്കാൾ നന്നായി വർണ്ണം നൽകുവാൻ, ഡിസൈൻ ചെയ്യാൻ ആർക്കാണ് സാധിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് ഖുർആൻ. അപ്പോൾ പടച്ചവൻ്റെ ഡിസൈനിങ് ആണിത്. ഈ മതത്തെ ഡിസൈൻ ചെയ്ത അള്ളാഹുവാണ്. ആ റബ്ബ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള, നിർബന്ധമാക്കിയിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്കകത്ത് നിന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. ദുനിയാവിലും നമുക്ക് ആക്ഷേപമില്ല. അള്ളാഹു അനുഗ്രഹിച്ചാൽ പരലോകത്തും നമുക്ക് ആക്ഷേപം കൂടാതെ അവൻ്റെ ജന്നാത്തിൽ, സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അങ്ങനെ ശുദ്ധ പ്രകൃതിയിൽപ്പെട്ട ഒരു കർമ്മമാണ് ഇസ്ലാമിൻ്റെ ഒരു നിർദ്ദേശമാണ് നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്നത്.
നമ്മൾ ലോകത്ത് നിന്ന് പലതും കാണുന്നുണ്ട്. കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്ര വേഗമാണ് കൊറോണയ്ക്ക് ശേഷം മനുഷ്യർ മാറിയത്. ആ കാലം മുതലേ ലിബറൽ ചിന്താഗതികൾ, മൈ ബോഡി മൈ ചോയ്സ്, ഇതാണ് ഇപ്പോൾ കുട്ടികളുടെ മുദ്രാവാക്യം. അവരെ ചിലർ പഠിപ്പിക്കുകയാണത്. അവർ തത്തമ്മ പൂച്ച പൂച്ച എന്ന് ചൊല്ലണ പോലെ ഏറ്റുപാടുന്ന വെറും ഈ തത്തമ്മകൾ മാത്രമാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട എന്നറിയാത്ത ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിലെ അത്യാവശ്യമൊക്കെ ദീനീബോധത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളിൽപ്പെട്ട കൗമാരക്കാരും യുവാക്കളും യുവതികളുമൊക്കെ ഇന്ന് ഇതിൻ്റെ ആളുകളാണ്. അറിയാതെ പോയി ചാടിയിട്ടുണ്ട്. മൈ ലൈഫ് മൈ ചോയ്സ്, എൻ്റെ ജീവിതമാണ്, അതെൻ്റെ ഇഷ്ടമാണ്. അത് ഉമ്മയും പാപ്പയും പറഞ്ഞതുപോലെ 22-ാം വയസ്സിൽ കല്യാണം കഴിക്കാനൊന്നും പറ്റുമൊന്നുമില്ല, എനിക്ക് സമയമുണ്ട്, എനിക്ക് പഠിക്കാനുണ്ടെന്നാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് കഴിയട്ടെ എന്നാണ്. അല്ല, ഞാൻ പറയാം, ആവശ്യത്തിന് വിവാഹത്തിന് ആവശ്യമായ ആഭരണങ്ങളും പണമൊക്കെ കയ്യിൽ കരുതി വെച്ചിട്ട് മകളുടെ സമ്മതം കാത്തു നിൽക്കുന്ന സഹപ്രവർത്തകരുണ്ട്. എനിക്ക് ഒരു വലിയ വിഷമവൃത്തത്തിലാണ്. എന്തു ചെയ്യും സാറൊന്ന് പ്രാർത്ഥിക്കണേ എന്ന് നമ്മളോട് പറയുന്നത് മുസ്ലിങ്ങളല്ല, അന്യമതസ്ഥരാണ്. മുസ്ലിങ്ങളും ഒട്ടും ഭിന്നമൊന്നുമല്ല. നോക്കൂ സഹോദരങ്ങൾ, ഇത് മനുഷ്യപ്രകൃതിക്ക് യോജിച്ചൊരു രീതിയല്ല. മറുപുറത്ത് വേറെ ചിലത് അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതേ ആശയത്തിൻ്റെ ആളുകൾ, ഈ മുദ്രാവാക്യങ്ങൾ, ഈ സ്ലോഗൻ ഇവരെ പഠിപ്പിച്ച അതേ ആളുകൾ വേറെ ചിലത് നിങ്ങൾക്ക് വേറൊരു പോംവഴി പറഞ്ഞുതരാം. അതാണ് ലിവിങ് ടുഗെദർ. ഇപ്പോൾ കല്യാണം കഴിക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു പുരുഷനെ, ഒരു സ്ത്രീയെ കണ്ടെത്തിയിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ ആരംഭിക്കാം. അതിൻ്റെ വരുംപരായികളൊന്നും ആലോചിക്കില്ല. കുട്ടികളുണ്ടായാൽ എങ്ങനെയാണ്, അതിൻ്റെ പിതൃത്വം ഇവൻ ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ ഇവൻ ചാടിക്കളയോ, ഇതൊന്നും ആലോചിക്കാതെ ഇതിൽ പോയി തലവെച്ച് കൊടുക്കുന്ന ആളുകൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ സമൂഹം വിവാഹം എന്ന വിഷയത്തിൽ ഏതാണ്ട് ഒരു 5-6 കൊല്ലം മുന്നേ എവിടെയാണോ നിന്നിരുന്നത്, പ്രത്യേകിച്ച് നമ്മൾ കേരള സമൂഹം അത്യാവശ്യം മാന്യമായ നിലപാടുകൾ പുലർത്തുന്നവരാണ്. ഈ 5-6 കൊല്ലത്തിനിപ്പുറം നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ കുറേ കാഴ്ചപ്പാടുകൾ, കുറേ ജീവിത രീതികൾ നമ്മൾ കണ്ടുവരുന്നു. ഇവിടെ ഞാൻ ഓതിയത്, സാധാരണ നമ്മൾ മിമ്പറിൽ കയറിയാൽ ഹത്തീം 3 ആയത്തുകളാണ് ഓതുക. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി. അത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ഓതുന്ന ആയത്ത് ഈ വിഷയവുമായി ബന്ധമുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ആരാണ് അല്ലാഹു? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. നിങ്ങളെ എല്ലാവരെയും അവനൊരൊറ്റ നഫ്സ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. വഖലഖ മിൻഹാ സൗജഹാ. എന്നിട്ട് ആ നഫ്സിന് ഓരോന്നിനും അതിൻ്റെ ഇണകളെയും അവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ബൈബിളിലൊരു വാക്യം, അല്ലെങ്കിൽ ക്രൈസ്തവർ പറയുന്നൊരു വാക്യം ഇതാണ്: വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നതാണ്, അവിടുന്ന് കല്യാണം കഴിച്ചിട്ട് അത്ര കണ്ടുവിടുന്നത്. മനസ്സിലായോ? ഭൂമിയിൽ അതിൻ്റെ ആവർത്തനം നടക്കുന്നു എന്നുള്ളൂ, അതിൻ്റെ ഭൗതിക സംവിധാനം മാത്രമാണ് ഇവിടെ നടക്കുന്നതെന്നാണ്. പടച്ചവൻ്റെ നിശ്ചയമാണെന്ത്? ഇണകളായി ജീവിക്കുക എന്നത്. മറ്റെല്ലാ ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നത് ഈ കുടുംബ സംവിധാനമാണ്. ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ സാധാരണ നിക്കാഹിനൊക്കെ സ്ഥിരമായി കേൾക്കുന്ന ആയത്തുണ്ട്: വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അല്ലാഹുവിൻ്റെ അടയാളമാണ്. എന്താ അടയാളം എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട്, ഒരു നിയന്താവുണ്ട്, ഒരു ഡിസൈനറുണ്ട് എന്നതിൻ്റെ കൃത്യമായ അടയാളങ്ങളിൽ, അനേക അടയാളങ്ങളിൽ ഒരു അടയാളമാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. അങ്ങനെ ഇണകളായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അന്യോന്യം മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും കാരുണ്യവും ഒക്കെ തോന്നും. അതും പടച്ചവൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമാണെന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ അവൻ അത് മുളപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. ആ ആയത്ത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? വീണ്ടും ആയത്തുകൾ ഉണ്ടെന്നാണ്. തുടങ്ങിയത് ആയത്തുണ്ടെന്ന് പറഞ്ഞിട്ടാണ്, എന്നാൽ ദൃഷ്ടാന്തമുണ്ട്. ആയത്ത് അവസാനിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഖുർആൻ പറയണത് ഇന്ന ഫീ ദാലിക ലആയാത്, നിശ്ചയം അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദൃഷ്ടാന്തമുള്ള സംവിധാനം ഉണ്ടല്ലോ,
എന്ത് ഇണകളായി ജീവിക്കുക, ഭാര്യ ഭർത്താക്കന്മാരാവുക, കുടുംബം കെട്ടിപ്പടുക്കുക, ഇതിനെ തകർത്തെറിയുക എന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ തന്നെ നിഷേധിക്കുന്നതിന് തുല്യമാണ്. അതൊക്കെ വെറുതെ പറയണം, അതൊക്കെ വെറുതെ പറയാണ്. ലിവിങ് ടുഗദറാണ് നല്ലത്, ബെസ്റ്റ്. അങ്ങനെ ജീവിച്ച ആളുകൾ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആളുകളായി കുറേ നാൾ ജീവിച്ചിരുന്ന ഒരു സമൂഹം, ഒരു രാജ്യം, ആ രാജ്യമൊക്കെ തിരിച്ചടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പറ്റിയത് അബദ്ധമാണെന്ന് കണ്ടിട്ട് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് ആളുകൾ നമുക്കൊന്ന് പോയി നോക്കാമെന്ന്, നമുക്കൊന്നങ്ങോട്ട് പോയി നോക്കാമെന്ന്, അവരൊക്കെ മടുത്തിട്ട് പോരുകയാണ്. എന്താണ് അതിൽ നന്മയില്ല, അത് തെറ്റാണ്, അത് കുടുംബ ശൈഥില്യത്തിന്, മനുഷ്യ പ്രകൃതിക്കൊക്കെ വിരുദ്ധമാണ് നമ്മൾ ഇതുവരെ ജീവിച്ച ജീവിത രീതി. നമുക്ക് ശരിയായതിലേക്ക് മടങ്ങാം എന്ന് പറഞ്ഞാൽ അവർ മടങ്ങി വരുമ്പോൾ ഒരു കൂട്ടർ അങ്ങോട്ട് നടക്കണം. അതാണ് നമ്മൾ കേരളീയർ, മലയാളികൾ. ഞാൻ ആമുഖമായി ഓതിയത് സൂറത്തു അന്നഹ്ൽ ആയത്താണ്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹുവാണ് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഈ അസ്വാജ് ഉണ്ടാക്കുക, നിങ്ങളെ ഇണകളാക്കുക എന്നത് പടച്ചവൻ്റെ സംവിധാനമാണ്. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ. ആ ഇണകളിൽ നിന്ന് നിങ്ങൾക്ക് 2 അനുഗ്രഹങ്ങളെ അള്ളാഹു തന്നിട്ടുണ്ട്. ബനീന, ഒന്നാമത്തെ അനുഗ്രഹം നിങ്ങൾക്ക് മക്കളെ തന്നിട്ടുണ്ട്. വഹഫദ, രണ്ടാമത്തേത് പേരക്കിടാങ്ങളെ തന്നിട്ടുണ്ട്. അല്ലെ, വയസ്സാകുമ്പോൾ ആളുകൾക്ക് കുട്ടികളെ കൊഞ്ചിക്കാൻ ഭയങ്കര മോഹമായിരിക്കുള്ളൂ. പ്രായമായവർക്ക് മക്കളെക്കാൾ പ്രിയമായിരിക്കും ആരോട്? പേരക്കുട്ടികളോട്. അത് ജീവിതത്തിൻ്റെ സൗന്ദര്യവും സൗരഭ്യവുമാണ് മക്കൾ, പേരക്കുട്ടികളെന്ന് പറയുന്നത്. ഖുർആൻ അത് എടുത്തു പറയാണ്. വറസഖകും മിനത്വയ്യിബാത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് റിസ്ക് തന്നിട്ടുണ്ട്, വിശിഷ്ടമായത് ഞാൻ നിങ്ങളെ ഭക്ഷിപ്പിച്ചിട്ടുണ്ട്. അഫബിൽ ബാതിലി യുഅ്മിനൂൻ വബിനിഅ്മതില്ലാഹി ഹും യക്ഫുറൂൻ. അവർ വ്യർത്ഥമായതിനെ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തള്ളിക്കളയുകയുമാണോ? ഏതാനുഗ്രഹം? വിവാഹ ജീവിതം, ഇണകളായി ജീവിക്കുക. ഈ അനുഗ്രഹത്തെ നിങ്ങൾ തള്ളിക്കൂടാ. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ കൊള്ളണം, ഉൾക്കൊള്ളണം. ഇത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ് എന്ന് മനസ്സിലാക്കണം. അതിന് വിരുദ്ധമായി ജീവിക്കുക എന്നത് അതൊരു പൈശാചിക വേലയാണ്, പിശാചിൻ്റെ കെണിയാണ്. അതിൽ പോയ ആളുകൾ പറയുന്നതൊക്കെയും പോയവരൊക്കെയും പറയുന്നത് തെറ്റാണ് എന്നാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ല, ഒന്നിലേറെ രാജ്യക്കാരോ അല്ലെങ്കിൽ ജനക്കൂട്ടങ്ങളോ അതിൽ ജീവിച്ച് മടുത്ത് പോകുന്നവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും അറിയാതെ, ഇതിനെക്കുറിച്ചൊന്നും ഗ്രാഹ്യമില്ലാത്ത ചെറിയ മക്കളോടാണ് ഈ തിയറി അതിബുദ്ധിമാന്മാരായ ചിലർ പറഞ്ഞു കൊടുക്കുന്നത്. നീയാണ് തീരുമാനിക്കേണ്ടത്, നിൻ്റെ ജീവിതമാണ്, നിൻ്റെ ശരീരമാണ്. അല്ലേ? അപ്പോൾ ഈ കുട്ടി ഇത് കേട്ട് പിന്നെ എങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അടുത്ത സൊല്യൂഷൻ ഇവൻ തന്നെ പറയാണ്. കുട്ടിക്കൊന്നും ആലോചിക്കാൻ കഴിയില്ല, കൗമാരക്കാരിക്ക്. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞുതരാമെന്നാണ്. അപ്പോൾ ശരിക്ക് മൈ ബോഡി മൈ ചോയ്സ് അല്ല, മൈ ബോഡി ആരാൻ്റെ ചോയ്സാണ്. ശരിക്ക് മറ്റുള്ളവരാരോ, ദൈവനിഷേധികളായ ഒരു വിഭാഗം ആളുകൾ, പരലോക വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ഇത് സംഗതി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാണ്ട് കുട്ടി സ്വയം തീരുമാനിക്കുകയല്ല എന്ത് എൻ്റെ ശരീരത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന്. ഈ ശ്ലോകം പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇവൻ്റെ ശരീരം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇവളുടെ ശരീരം എന്ത് ചെയ്യണമെന്ന്. ആ അമളി അറിയാതെ അതിൽ ചാടിപ്പോയ ആളുകളെ അള്ളാഹുവിൻ്റെ നാമത്തിൽ തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വരിക എങ്ങോട്ടേക്ക്? ശുദ്ധ പ്രകൃതിയിലേക്ക്, ഇസ്ലാമിലേക്ക്, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, ആ കിതാബിലെ വചനങ്ങളിലേക്ക്. അള്ളാഹുവാണ് നിങ്ങളെ ഇണകളായി ജീവിക്കുക എന്ന സംവിധാനത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതാണ് ഖൈർ. അതല്ലാത്തതൊക്കെയും ഷെറിലാണ് അവസാനിക്കുക. പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. പല കൊലപാതകങ്ങളുടെയും അവസാനത്തെ പാരഗ്രാഫിലുണ്ടാകും അവർ ഒന്നിച്ച് ജീവിച്ച് വരികയായിരുന്നു. ശരിയോ? ഭർത്താവ് ഭാര്യയെയോ കൊന്ന ഒരു കേസ്, ഭർത്താവ് ആണ് പെണ്ണിനെയോ പെണ്ണാണിനെയോ കൊന്ന കേസിൽ പല നഗരങ്ങളിലും വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വായിക്കുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്: അവർ ഒന്നിച്ച് ജീവിച്ച് വരികയായിരുന്നു. ആര്? ഈ ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ ലിവിങ് ടുഗദർ ആയിരുന്നു. കൊലപാതകത്തിലെ കലാശിക്കൂ, ഷെറിലത് അവസാനിക്കൂ. സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും ചില കാർക്കശ്യങ്ങൾ, നിയമങ്ങളുണ്ട് ഇസ്ലാമിന് പറയാൻ. നമ്മൾ ഇസ്ലാം എന്ന ഈ ശുദ്ധ പ്രകൃതിയുടെ മതം നമുക്ക് നൽകിയിട്ടുള്ള നിക്കാഹിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടി ഉണർത്തുകയാണ്. എന്തൊക്കെയാണ് നമുക്ക്
വിവാഹവേളയിൽ വിവാഹം കഴിക്കുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണുന്നത് ശരിക്കും എന്താണ് ഉണ്ടാകേണ്ടത് അതുകൂടി ആലോചിക്കാൻ വേണ്ടി അതിലേക്ക് കൂടി നിങ്ങളുടെ സത്വരമായ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നമ്മൾ നിക്കാഹിന് വേണ്ടി ഒരുങ്ങുന്ന അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരാണും പെണ്ണും എന്ത് ചെയ്യണം? പരസ്പരം കാണണം. അതിന് ഖിത്ബ എന്ന് പറയുക. നമ്മളെ മിമ്പറിൻ്റെ മുകളിൽ നടക്കുന്നത് ഇതിന് ഖുത്ബ എന്ന് പറയും. ആ അക്ഷരത്തിൻ്റെ ലൊമ്മ മാറി കസറായാൽ ഖിത്ബ, വിവാഹ അന്വേഷണമാണ്. അത് ഇസ്ലാം അനുവദിച്ചതാണ്. പെണ്ണിനെ പോയി കാണാം, പരസ്പരം അവർ ഇഷ്ടപ്പെട്ടാലാണ് വിവാഹമെന്ന കർമ്മത്തിലേക്ക് അല്ലെങ്കിൽ രംഗത്തേക്ക് അവർ കടക്കേണ്ടത്. ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിവാഹവേളയിൽ അല്ലെങ്കിൽ ആ വിവാഹാലോചന വേളയിൽ തന്നെ ഒരുപാട് അനാചാരങ്ങളാണ് ഇന്ന് കാണുന്നത്. അത് വളരെ വേഗത്തിലാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നത് എന്നതാണ്. വിവാഹം കഴിക്കുമ്പോഴാണ് മഹർ കൊടുക്കേണ്ടത്. ഇത് വിവാഹം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം അടുത്ത ഘട്ടമാണ്. വിവാഹം നിശ്ചയിക്കുക, എപ്പോഴാണ് നടത്തേണ്ടത്, ഒരു ഡേറ്റ് കാണുക, അത് അടുത്ത രണ്ടാമത്തെ ഒരു ഘട്ടമാണ്. ഇവിടെയൊക്കെ എന്താ നടക്കൽ? അല്ലെ മിഠായി കൊടുക്കാന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ഇപ്പോൾ മിഠായി കൊടുക്കുക, പെണ്ണിന് ചെറുക്കം കൊണ്ടുവന്ന് മിഠായി കൊടുക്കണം. എത്രയാണ്? കിലോ കണക്കിന് മിഠായിയാണ്. അവനവൻ്റെ പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കുന്ന ഒരു രംഗമാണത്. മിഠായി മാത്രമല്ല കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വിവാഹ നിശ്ചയ ചടങ്ങിൽ കൊണ്ടുവന്നിട്ടത് 25 പവൻ്റെ ആഭരണങ്ങളാണ്. 25 പവൻ ആഭരണങ്ങൾ. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ നടന്നതാണ്, ഈ കൊച്ചു കേരളത്തിൽ. അതിലേറെ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ. വില കൂടിയ ആഭരണങ്ങൾ വില കൂടിയ വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഏത് മാനദണ്ഡത്തിൽ ഇത് കൊടുക്കണമെന്ന്? വിവാഹം കഴിഞ്ഞാൽ മഹറായിട്ട് കൊടുക്കുകയാണോ? വിവാഹ മൂല്യമായിട്ട് കൊടുക്കുക. അല്ലയോ? നിങ്ങളൊരു കുന്നു തന്നെ നിങ്ങളുടെ ഇണകൾക്ക് മഹറായി നൽകിയാലും വിവാഹമോചന വേളയിൽ അത് തിരിച്ചെടുക്കാവതല്ല എന്ന ഖുർആൻ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മഹറായിട്ട് ധാരാളം കൊടുക്കാം. പക്ഷെ അത് മഹറായിട്ടല്ല കൊടുക്കണത്. അതെപ്പോൾ നമുക്ക് മനസ്സിലാകും? എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ വിവാഹം എങ്ങാനും അലസിപ്പോയാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്, ധാരാളം സംഭവിക്കുന്നുണ്ട്. നിക്കാഹിലേക്ക് എത്തണില്ല. ചിലത് നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നീട് വീട് കൂടാമെന്ന് പറഞ്ഞ ആളുകൾ ആ വീട് കൂടലിലേക്ക് പോലും എത്തണില്ല. അതിനിടയിൽ വിവാഹമോചനം നടക്കുന്നു. അങ്ങനെ വിവാഹമോചനം നടക്കുമ്പോഴാണ് നമുക്ക് ഈ മിഠായിയുടെ ഒക്കെ വില അറിയാം. അല്ലയോ? 1,000 രൂപേൻ്റെ മിഠായിയാണ് ഞങ്ങളൊന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് കോമ്പൻസേഷൻ വേണം. നിങ്ങളല്ലേ കഴിച്ചത്, ഞങ്ങളല്ലല്ലോ. 1,000 രൂപയുടെ വസ്ത്രം ഞങ്ങൾ തന്നത്, ഇത്ര പവൻ ആഭരണം വന്ന് തന്നിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു വയ്ക്കുകയാണ്. ഇത് അനുവദനീയമായ കൊടുപ്പല്ല. ഇത് കൊടുക്കാൻ നമുക്ക് അനുവാദമില്ല, അത് വാങ്ങാൻ അവർക്കും അനുവാദമില്ല. പിന്നെ ഇതെന്താണ്? ഇതൊക്കെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കലാണ്. നിങ്ങളെ മോൾക്ക് എൻഗേജ്മെൻറ്റ് എത്ര പവൻ കിട്ടി എന്ന് ചോദിക്കുമ്പോഴേ കുറഞ്ഞു വരുന്നല്ലോ. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരും മത്സരിക്കുകയാണ്. എന്താ നിങ്ങൾ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. സഹോദരങ്ങൾ, അവിടെ മുതൽ തുടങ്ങുകയാണ് നമ്മുടെ വിവാഹ മേഖലയിലെ അനാചാരങ്ങൾ എന്നല്ല, അത്യാചാരങ്ങൾ. ഇസ്ലാം വെറുക്കുന്ന സംഗതിയാണ്, പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. പിന്നെ അനാവശ്യമായ കൊടുക്കൽ വാങ്ങൽ. വിവാഹവേളയിൽ നിങ്ങൾ കൊടുക്കാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കൊടുക്കുന്നത്, വലീമ, മൂന്നാമതായി ഖിത്ബയും അഥവാ വിവാഹ അന്വേഷണവും പെണ്ണ് കാണലും, അതുപോലെ വിവാഹം നിശ്ചയിക്കുന്ന വിവാഹത്തിൻ്റെ തീയതി നിശ്ചയിക്കുന്ന ഒരു എൻഗേജ്മെൻറ്റ് ചടങ്ങ് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ. അത് കഴിഞ്ഞാൽ പിന്നുള്ളത് നിക്കാഹിൻ്റെ ദിവസമാണ്. അന്ന് വലീമ നടക്കും. വലീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹ സദ്യയാണ്. ആ വിവാഹ സദ്യ അനുവദനീയമായ നിലക്ക്, മിതമായ നിലക്ക് നമുക്ക് കൊടുക്കാം. പക്ഷേ 500ഉം 1000ഉം ഒക്കെയാണ് ഒരു തലക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടുകാരൻ ചിലവാക്കുന്നത്. 1000 രൂപയൊക്കെ. 1000 രൂപയുടെ ഭക്ഷണമൊക്കെ ഒരു മനുഷ്യൻ കഴിക്കുമോ? ഇല്ല. ഇത് കച്ചവടക്കാരുണ്ടാക്കുന്നതാണ്, അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി. അതിന് തലവെച്ച് കൊടുക്കുന്നു സമ്പത്തിൻ്റെ ബലത്തിൽ, പണക്കൊഴുപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ സമയത്ത് പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ടേ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു മൂപ്പർ. സ്വഹാബിയാണല്ലോ. നബിയുടെ കാലത്ത് നബിയുടെ മുമ്പിൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരാൾ സ്വഹാബിയാണ്. ആ സ്വഹാബി തൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പ് കണ്ടമാനം ഭക്ഷണം കഴിക്കുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയേണ്ടത് നന്നായിട്ട് കഴിക്കുമായിരുന്നു. മൂപ്പർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം വളരെ കുറച്ചേ കഴിക്കുള്ളൂ. അപ്പം നബി പറഞ്ഞൊരു വാക്കുണ്ട്, അതിതാണ്: ഇന്നൽ മുഅ്മിന ലയഅകുലു ഫീ മിഅൻ വാഹിദ്. സത്യവിശ്വാസി ഒരൊറ്റ വയറിനെ കഴിക്കൂ. വൽ കാഫിറു യഅകുലു ഫീ 7 അംവാ.
സത്യനിഷേധിയാകട്ടെ 7 വയർ നിറക്കാൻ പാകത്തിൽ 7 ആമാശയത്തിന് കണക്കാക്കി തിന്നുന്നു. അപ്പോൾ കാഫിറിൻ്റെ 7 മനുഷ്യൻ അത് വിശ്വാസി കഴിക്കാവൂ. പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്ഷണം തൂർത്ത് നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മറ്റു മതക്കാർ പോലും നമ്മളെ ചൂണ്ടിക്കാണിക്കുക. നിങ്ങളുടെ വിവാഹത്തിലാണ്, നിങ്ങളുടെ ആഘോഷങ്ങളിലാണ്, നിങ്ങളുടെ പെരുന്നാളിനാണ്, നിങ്ങളുടെ നോമ്പിന് പോലും ഏത് ഏറ്റവും മിതമായി ഭക്ഷണം കഴിക്കേണ്ട സന്ദർഭമാണ് നോമ്പ്. ആ നോമ്പിന് പോലും എന്തു ചെയ്യുന്നുണ്ട്? ധാരാളമായി ഭക്ഷണം ധൂർത്തടിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ നേരെ മറ്റ് സമുദായക്കാർ പോലും വിരൽ ചൂണ്ടുന്നു. ഏതാണ് ഈ സമുദായം? നിങ്ങൾ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗം കാണിക്കാൻ വേണ്ടി, മാതൃകയാകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹു തെരഞ്ഞെടുത്തിട്ടുള്ള സമൂഹമാണ് നിങ്ങൾ. ആ നിങ്ങൾ കുറ്റവാളികളാണ് എന്ന് മറ്റുള്ളവർ, നിങ്ങളെ കണ്ട് ജീവിക്കേണ്ട, നേർവഴിക്ക് വരേണ്ട ആളുകൾ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുകയാണെന്ത്? നിങ്ങളാണ് വലിയ കുഴപ്പക്കാരെന്ന്. ഏത് മേഖലയിൽ? വിവാഹത്തിൻ്റെ മേഖലയിൽ, ഭക്ഷണം കൊടുക്കുന്നിടത്ത്. എന്തിനാ ഇത്? ഈ ഭക്ഷണം കഴിച്ചവൻ, 1000 രൂപയുടെ ഭക്ഷണം കഴിച്ചവൻ മാറി നിന്നിട്ട് ഇയാൾ വിചാരിക്കുന്നത് നല്ല അഭിപ്രായം പറയുന്നതാണ് ഈ മുതലാളി. അല്ല, ചോദിക്കുന്ന വാക്ക് കേട്ടാൽ നമുക്ക് സങ്കടം വരും. ഇയാളുടെ ഭക്ഷണം കൂടെ കഴിച്ചിട്ടേ ഇങ്ങനൊക്കെ ഭ്രാന്തുണ്ടോന്ന്. എന്തിനെത്ര കാശ് ചിലവാക്കണം? നമ്മൾ കേൾക്കുകയാണത്. ഇയാളുടെ ധാരണ നല്ല അഭിപ്രായം പറയുന്നതാണ്. മിതമായി കൊടുക്കുക. സമ്പന്നനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നബി ചോദിച്ചത്, കല്യാണം കഴിഞ്ഞു അല്ലേ? നബി അറിഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ നിന്നാണ് മനസ്സിലായത് എന്ത്? കല്യാണം കഴിഞ്ഞ് പുതുമാരനാണ് ഈ വരുന്നതെന്ന്. ഔലിം വലോ ബിഷാത്ത്, ഒരാടിനെങ്കിലും അറുത്തിട്ട് വലീമ കൊടുക്കണമെന്ന്. ആരാണ്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ആ നാട്ടിലെ മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാളാണ്. അവർക്കൊക്കെ തകർക്കായിരുന്നല്ല. പക്ഷെ നബി പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വലീമ പോലും കൊടുക്കുന്നത്. വലീമ സുന്നത്താണ്, കൂലിയിട്ട് നമുക്ക് കൊടുത്താൽ. പക്ഷെ അത് അമിതമായാൽ കുറ്റകരാകും. അള്ളാഹു നിങ്ങൾക്ക് റസഖക്കും മിന ത്വയ്യിബാത്ത്, അവനാണ് നിങ്ങൾക്ക് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ ഭക്ഷണങ്ങൾ നൽകിയിട്ടുള്ളവൻ. ഫലാ തത്ഗൗ ഫീഹി, എന്നാൽ ഭക്ഷണം ഉപയോഗിക്കുമ്പോൾ, അതുണ്ടാക്കുമ്പോൾ, അത് കൊടുക്കുമ്പോഴെന്ത് ചെയ്ത്? അതിൽ അതിര് കവിയരുത്, തുകയാനുണ്ടാവരുത്. ഫയഹില്ല അലൈക്കും ഗളബി, അങ്ങനെയെങ്കിൽ അതേ ആയത്താട്ടാ, സൂറത്ത് ത്വാഹയിലെ ആയത്താ ഞാൻ ഈ ഓതുന്നത്. അങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അമിതത്വം കാണിച്ചാൽ, അതിര് വിട്ടാൽ, എൻ്റെ ഗളബ് നിങ്ങൾക്ക് വന്നു വീഴും. ഫമൻ യഹ്ലിൽ അലൈഹി ഗളബി, ആയത്ത് തീർന്നിട്ടില്ല. ആർക്കാണോ എൻ്റെ കോപം വന്ന് വീഴുന്നത്, ഫഖദ് ഹവ, അവൻ നശിച്ചത് തന്നെയെന്ന്. നോക്കൂ നിങ്ങൾ, ഒരൊറ്റ വചനത്തിലാണിത് മുഴുവനും. വളരെ ശാന്തമായി തുടങ്ങുകയാണ് പടച്ചവൻ. എന്ത്? ഞാനാണ് നിങ്ങൾക്ക് അന്നം തന്നത്, അതിക്രമം കാണിക്കരുതേ. അതിക്രമം കാണിച്ചാൽ എൻ്റെ ഗളബ് വീഴുവേ. എൻ്റെ ഗളബ് വീണാൽ തീർന്നതാണേ. നോക്കൂ നിങ്ങൾ ആയത്തിൻ്റെ ഫോക്ക്, ശൈലിയും നോക്ക്. അതേ ആ ആയത്ത് പഠിപ്പിക്കപ്പെട്ട നമ്മളാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ അതിര് കവിയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. ഇങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മുടെ ന്യൂനപക്ഷമാണ് നമ്മുടെ നാട്ടിൽ അല്ലേ? ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങൾ. ആശുപത്രിയിൽ പോയി നോക്കിയേ, നമ്മൾ ഭൂരിപക്ഷമായിരിക്കുള്ളൂ. ആശുപത്രിയിൽ പോയാൽ നമ്മളാണ് ഭൂരിപക്ഷം. എവിടെ പോയതാണ്? ഞാൻ ആശുപത്രിയിൽ പോയതാണ്. എവിടുന്നാണ് വരുന്നത്? ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാണ്. സഞ്ചിയിൽ എന്താണ്? മരുന്നാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ കഴിക്കുന്ന, നിങ്ങൾ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രമാണ് നിങ്ങളുടെ വയറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രീതിയാണ്. ചെറുപ്പം മുതൽ തന്നെ നമ്മൾ മക്കളോട് പറയുന്നത് അതാണ്. ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് എന്ത്? വയറ് നിറച്ച് കഴിക്കും മക്കളെ എന്ന്. ഏട്ടാ, വയറ് നിറച്ച് കഴിച്ച്, വയറ് നിറഞ്ഞാൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. വിശപ്പ് മാറിയാൽ മതി. നേരത്തെ റസൂലുള്ളാഹി പറഞ്ഞ പോലെ കാഫിറാണ് 7 വയറിന് തിന്നണത്. മുഅ്മിനോ അവൻ്റെ 7 കഴിക്കൂ. മിതമായി നമുക്ക് കഴിക്കാം, അമിതമാകരുത്. മിതമായി നമുക്ക് കഴിപ്പിക്കാം നമ്മുടെ വിവാഹവേളകളിൽ, അതും അമിതമാകരുത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു കല്യാണത്തിന് പോയി വന്നേക്കാണ്. മദീനയിലാണ് സംഭവം. അപ്പോൾ നബി ചോദിച്ചു, ആയിഷ പാട്ടൊക്കെ ഉണ്ടായിരുന്നാ? അവിടെ പാട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല. ഈ മദീനക്കാർക്ക് പാട്ടൊക്കെ പതിവുള്ളതാണല്ലോ, ഉണ്ടായില്ലേ എന്ന് വെച്ചു. നബിക്ക് അത് സുഖമായി തോന്നിയില്ല. എന്ത്? പാട്ടില്ലാതിരുന്നത്. പെരുന്നാളിൻ്റെ സമയത്താണല്ലോ പ്രവാചകൻ്റെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ട് പാട്ട് പാടിയത്. എന്ത്? സംഗീതോപകരണം വായിച്ചിട്ട് പാട്ട് പാടി. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുഖമായിട്ട് തോന്നിയില്ല, തടഞ്ഞു. നബിൻ്റെ അടുക്കന്ന് ശൈത്താൻ്റെ പാട്ട് പാടണ, ഓ മക്കളെ എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം പറഞ്ഞു. നബി പറഞ്ഞു, തടയണ്ട, ഇത് നമ്മുടെ പെരുന്നാളാണ്, എല്ലാവർക്കും ആഘോഷങ്ങളുള്ളതുപോലെ നമുക്കുണ്ട് ആഘോഷം. ആ ആഘോഷങ്ങൾ
അത് വെറുതെ ഊഷരമാക്കി കളയേണ്ടതില്ല. അവിടെയും കേട്ടാ അനുവദനീയമായതിൽ ഒതുങ്ങി നമുക്കെല്ലാം ചെയ്യാം. പാട്ടാവാം, കൈകൊട്ടിയൊക്കെ പാടാം, അമിതമാകരുത്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ കണ്ടു, അദ്ദേഹത്തിന് സൗണ്ടില്ല, ശബ്ദമില്ല. എന്താണെന്ന് ചോദിച്ചു, ഒരു കല്യാണത്തിന് പോയതാ ഇന്നലെ എന്ന് പറഞ്ഞു. അപ്പം കല്യാണ വീട്ടിൽ ഇട്ട പാട്ടുണ്ടല്ലോ, അതിൻ്റെ ശബ്ദം കാരണം പരിചയക്കാരോട് സംസാരിച്ചപ്പോൾ അതിൻ്റെയും മേലെ ഒച്ചിടേണ്ടി വന്നു. സ്ഥിരമായി നമ്മൾ കാണുന്നൊരു സംഭവമാണത്. പാട്ടിൻ്റെ ശബ്ദത്തെക്കാൾ മേലെ തൻ്റെ പരിചയക്കാരെ, ബന്ധുക്കളെ, വല്ലപ്പോഴും കല്യാണ വീടുകളിൽ മാത്രം കാണുന്ന സുഹൃത്തുക്കളെയൊക്കെ അവരോടൊക്കെ പരിചയം പുതുക്കി വന്നപ്പോൾ ശബ്ദം പോയതാണ്. കാരണം അതിനേക്കാൾ മേലെയാണ് നമ്മൾ ശബ്ദം ഉയർത്തേണ്ടി വരിക. നമ്മൾ ആളുകളെ ക്ഷണിച്ചിട്ടേ അവരോട് കാണിക്കുന്ന അക്രമമാണത്. ചെവിക്കല്ല് തെറിക്കുന്ന പാട്ടിട്ട് കൊടുക്കുക അവരുടെ, എന്നിട്ട് ഒരു ഹാളിൻ്റെ ഉള്ളിൽ പൂട്ടിയിടുക. എൻ്റെ നാട്ടിലൊക്കെ വളരെ വ്യാപകമാണ്, ഈ നാട്ടിൽ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അനുവദനീയമായിടത്ത് നമ്മൾ ഒതുങ്ങി നിൽക്കണം. ആളുകൾ ഉപദ്രവിക്കരുത്, മനുഷ്യരുടെ ശാപം വാങ്ങരുത്. കാരണം ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചൊരിയപ്പെടുന്ന സദസ്സാണത്. അള്ളാഹിൻ്റെ അനുഗ്രഹം ചൊരിയണം, പ്രാർത്ഥനാപൂർവ്വം കയറണം. അവിടെ നടത്തുന്ന പ്രാർത്ഥനയിലൊരു പ്രാർത്ഥന എന്താണ്? അല്ല, ഖത്തീബൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലേ, കുടുംബ ബന്ധം ഉണ്ടാവുകയാണ്. അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? അടുത്ത ജനറേഷനാണ്. പടച്ചവനെ, എൻ്റെ അടുത്ത തലമുറയിൽ നിന്ന്, എൻ്റെ മക്കളിൽ നിന്ന്, എൻ്റെ ഇണയിൽ നിന്ന് എനിക്ക് കൺകുളിർമ നൽകണമേ എന്ന പ്രാർത്ഥന ഒഴുകുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആളുകൾ ശപിക്കാൻ കാരണമായ ഇത്തരം പ്രവർത്തികൾക്ക് നമ്മൾ നേതൃത്വം നൽകുന്നത്. ചിലത് നിഷിദ്ധമായ ചിലത് നമ്മളവിടെ അനുവദനീയാക്കും. ആണും പെണ്ണൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കും വീട്ടുകാർ. എന്നിട്ട് വരുന്ന ആണിൻ്റെയും പെണ്ണിൻ്റെ ഒക്കെ കൈപിടിച്ച് ഇങ്ങനെ വിളിക്കുകയാണ്, ക്ഷയിക്കാൻ. ആർക്കാണ്? അപരിചിതർക്ക്. വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത അനുവദനീയമായ ആളുകൾക്ക് അവരുടെ കൈപിടിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചാൽ മതി, കയറ്റിയാൽ മതി. പുരുഷന്മാരെ സ്വീകരിച്ചാൽ മതി, സ്ത്രീകളെ സ്ത്രീകളും. ഇത് സ്ത്രീകളെ പുരുഷന്മാരും, പുരുഷന്മാരെ അന്യ സ്ത്രീകളും ഒക്കെ വന്നിങ്ങനെ കൈപിടിച്ച് കുളിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പറയുന്നിടത്ത്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ മഹിമ പറയുന്നിടത്ത് കാണാം, മാ ലമസത്ത് യദു റസൂലില്ലാഹി യദംറഅത്തിൻ. പ്രവാചകൻ്റെ കൈ തൻ്റെ ഭാര്യമാരല്ലാതെ ഒരു അന്യ സ്ത്രീയുടെയും കൈകൊണ്ട് പോലും, കയ്യിൽ പോലും സ്പർശിച്ചിട്ടില്ല എന്ന്. അത്ര സൂക്ഷ്മത പാലിച്ച പ്രവാചകൻ്റെ അനുയായികളാണ് നമ്മൾ. അന്യ സമുദായക്കാരെ കണ്ടിട്ടേ എല്ലാവരുടെയും കൈപിടിച്ച് ക്ഷയിക്കാൻ ആരും നമുക്ക് അതിന് അനുവാദം തന്നത്? അതിനൊന്നും നമുക്ക് അനുവാദമില്ല. ഇന്ന് വളരെ വ്യാപകമാണ്. അതുപോലെ നിസ്കരിക്കാതിരിക്കുക വലിയ അനുഗ്രഹത്തിന് അന്ന് പാത്രമാകുന്നത് വരനും വധുവൊക്കെയാണ്. അന്ന് വിവാഹിതരാകുന്ന സ്ത്രീയും പുരുഷനും. ആ സ്ത്രീ അന്ന് ചിലപ്പോൾ ലൊഹറും അസറും മഗ്‌രിബൊന്നും നിസ്കരിക്കില്ല. കാരണം എന്താ? മേക്കപ്പ് പോകുന്നതാണ്. മുഖത്ത് തേച്ചിട്ടുള്ളത്, ശരീരത്തിൽ തേച്ചിട്ടുള്ള മേക്കപ്പ് പോയി നഷ്ടപ്പെട്ടു പോകും, അത് ഒലിച്ചു പോകും എന്നതുകൊണ്ട് അവരതിന് മുതിരുന്നില്ല. പരമാവധി നമുക്ക് നിസ്കാരം നീട്ടിവെക്കാൻ ആവുന്നത് ജമ്മ് ചെയ്യാവുന്ന സമയമാണ്. ലൊഹർ അസർ ഒന്നിച്ച് നമുക്ക് ജമ്മ് ചെയ്യാം. അസർ അവസാനിക്കുന്നതിന് മുൻപ്, അതിൻ്റെ സമയം അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? ലൊഹർ അസർ നമസ്കരിച്ചിരിക്കണം. ഇഷാൻ്റെ സമയം തീരുന്നതിന് മുമ്പ് മഗ്‌രിബും ഇഷായും കൂടി നമുക്ക് നമസ്കരിച്ചിരിക്കണം. നിസ്കാരം തന്നെ ഉപേക്ഷിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ട സന്ദർഭത്തിൽ. അതുപോലെ പുതിയ പുതിയ ആചാരങ്ങൾ വരനെ കൊണ്ടുവരുന്നു. പടക്കം പൊട്ടിച്ചിട്ട്, കേട്ടെ, എവിടെ നിന്നാണ് നമുക്കിത് കിട്ടിയത് സഹോദരങ്ങളെ? പടക്കം പൊട്ടിക്കുക, JCBയിൽ ഇരുത്തുക, അങ്ങനെ വികൃതമായ കോലത്തിൽ ഏറ്റവും നല്ല ഒരു ദിവസം ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ഒരു യുവാവിൻ്റെയും യുവതിയുടെയും ഏറ്റവും നല്ല, അവരുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മനോഹരമാകേണ്ട ദിവസത്തെ ദുരന്തപൂർണ്ണമാക്കുന്നു. ചിലത് അടിപിടിയിൽ കലാശിക്കുന്നു, ചിലത് പോലീസ് കേസാകുന്നു, ചിലത് അവിടെയും തീരുന്നില്ല, കോടതിയിലെത്തുന്നു, നഷ്ടപരിഹാരം ചോദിക്കുന്നു, ഡിവോഴ്സ് ആകുന്നു. ആ വിവാഹം അങ്ങോട്ട് അലസിപ്പോവണം ഒരൊറ്റ ദിവസം കൊണ്ട്. ചില ആളുകൾ കയറൂരി വിടുന്നുണ്ട്, നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട്. ചെറുപ്പക്കാരെ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയുന്നില്ല, മുതിർന്നവർക്ക്. അടുത്ത തലമുറക്ക് ഒട്ടും കഴിയില്ല. കാരണം എന്താണ്? ഇവർ ഈ എല്ലാ കളിയും കളിച്ചിട്ടാണ് അടുത്ത കൂട്ടനെ നിയന്ത്രിക്കാൻ പോകുന്നത്. അവർ സമ്മതിക്കുമോ? നിങ്ങളൊക്കെ കളിച്ചില്ലെന്നല്ലേ ചോദിക്കുക. അപ്പോൾ സ്വയം നിയന്ത്രിതരാകാതെ, മറ്റുള്ളവരെ നിയന്ത്രിക്കാതെ ഈ സമുദായത്തിൻ്റെ സൽപ്പേര് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. എല്ലാവരും അങ്ങനെയാണെന്നല്ല. എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം ചെയ്യുന്ന ചില കുറ്റകൃത്യങ്ങൾ, ചില അനാശാസ്യങ്ങൾ, ചില വേണ്ടാധീനങ്ങൾ, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് ഈ സമുദായത്തിൽ എല്ലാ അംഗങ്ങളും ഒന്നിച്ചാണ്. അതുകൊണ്ട് നിയന്ത്രിക്കപ്പെടണം നമുക്ക് ഈ വിവാഹത്തിൻ്റെ സദസ്സുകൾ.
ഹറാമായതൊന്നും അവിടെ നടക്കാൻ പാടില്ല. അനുവദനീയമായ സംഗതികളിൽ നിന്ന് ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്കെല്ലാം ചെയ്യാം സഹോദരങ്ങളെ. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ് വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി, അല്ലാഹു തൻ്റെ അടിമകൾക്ക് റിസ്ഖ് എങ്ങാനും വർദ്ധിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ, നോക്കണേ ആയത്ത്, അല്ലാഹു തൻ്റെ അടിമകൾക്ക് റിസ്ഖ് എങ്ങാനും വർദ്ധിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ലബഗൗ ഫിൽ അർദ്, അവർ ഭൂമിയിൽ അതിക്രമം കാണിച്ചേനെ. അതാണ് നമ്മൾ കാണുന്നത്. ഇത്തിരി പച്ചപ്പ് കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ സ്വഭാവം മാറാൻ തുടങ്ങി. പഴയ കാലത്ത് അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും നടന്ന് കിട്ടിയാൽ മതി, ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോയാൽ മതി, അല്ലേ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോഴുണ്ട്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്. സൂറത്തുൽ ഫാത്തിറിലെ ആയത്താണ്. സുന്ദരന്മാരായ സുന്ദരികളായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ഉണ്ടാകും. വിവാഹം അന്വേഷിച്ചിട്ട് ചിലപ്പോൾ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാലും എന്ത് കിട്ടൂല, വിവാഹം കൊണ്ട് ശരിയാവില്ല. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സമ്പത്തുണ്ട്, സൗന്ദര്യമുണ്ട്, സ്റ്റാറ്റസ് ഉണ്ട്, എല്ലാം ഉണ്ട്, തറവാട്ടിത്തുണ്ട്, പക്ഷെ ശരിയാവണില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന വരും, പടച്ചോനെ ഇനി എന്ത് ചെയ്യും? ചിലപ്പോൾ 2-3 തവണയൊക്കെ ഗൾഫിൽ പോയി വന്നാലും ചില ഗൾഫുകാരായ ചെറുപ്പക്കാർക്ക് കല്യാണം ശരിയാവാറില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ആയത്തിൻ്റെ വില. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ കൂടിയേ തീരൂ. അള്ളാഹു ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഇടപാട് നടക്കില്ല. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, പടച്ചവന് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. അതുകൊണ്ട് ആ ബോധത്തോടെ നിങ്ങൾ ജീവിക്കണം. ഈ യുദ്ഹിബിക്കും, അങ്ങനെ നിങ്ങൾക്ക് വിവാഹമൊക്കെ ശരിയായി ഡേറ്റൊക്കെ ആയി നിങ്ങൾ വിവാഹത്തിന് ദിവസം കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകളാണ് ഈ പറഞ്ഞത്. അതുവരെ പ്രാർത്ഥനയോട് കൂടിയിരുന്ന ആളുകൾ നന്ദി കാണിക്കേണ്ട ദിവസം നന്ദി കേടിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു. മര്യാദ കാണിക്കേണ്ട ദിവസം, അള്ളാഹുവിന് മുമ്പിൽ വിനയം കാണിക്കേണ്ട ദിവസം മര്യാദ കേടിൻ്റെ അഹങ്കാരത്തിൻ്റെ കൊടുമുടി കയറുന്നു. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് വഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ. നബിയോട് പറഞ്ഞതാണ് ഖുർആൻ. എന്ത്? പ്രവാചകരെ, അങ്ങയ്ക്ക് മുമ്പുള്ള ഈ സമുദായത്തിന് മുമ്പുള്ള പല സമുദായങ്ങളിലേക്കും ഞാൻ നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ഈ ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും പിടികൂടിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ലഅല്ലഹും യതദറഊൻ, അവർ വിനയാന്വിതരാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് പടച്ചോ നമ്മളെയും പിടികൂടായികയൊന്നുമില്ല. നമ്മൾ ഇപ്പോക്ക് പോയാൽ നമ്മളെ വിനയാന്വിതരാക്കാൻ അള്ളാഹുവിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സമ്പത്ത് ഇതിലേക്ക് നമുക്ക് ഭൂമിയിലേക്ക് ഇപ്പോൾ ഇറക്കിയതൊന്ന് പിടിച്ചു വെച്ചാൽ മതി ചെറുതായിട്ട്. അപ്പോൾ എല്ലാവരും മര്യാദക്കാരായി മാറും. യുദ്ഹിബുക്കും, ആ ആയത്തിൻ്റെ വാക്യതാണ്. അവൻ വിചാരിച്ചാൽ നിങ്ങളെ ഇവിടെ നിന്ന് നീക്കിയിട്ട് വയത്തി, അവൻ കൊണ്ടുവരും ബിഖൗമിൻ ആഖരീൻ, മറ്റൊരു ജനക്കൂട്ടത്തെ. വമാദാലിക അലല്ലാഹി ബി അസീസ്, അത് പടച്ചവന് വലിയ പണിയുള്ള കാര്യമൊന്നും അല്ലാട്ടോ എന്ന ഭീഷണിയിലാണ് ആ ആയത്ത് അവസാനിക്കുന്നത്. സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇടപെടേണ്ട ഒരു മേഖലയാണ്. വിവേകം കാണിക്കേണ്ടതാണ്, ബുദ്ധി ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ സൽപ്പേരിന്, ഈ സമുദായത്തിൻ്റെ സൽപ്പേരിന് കളങ്കം വരാതെ നോക്കേണ്ട മേഖലയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി വിവാഹത്തിൻ്റെ വേള. നമ്മുടെ സമുദായത്തെ നോക്കിയിട്ട് ആളുകൾ ഛേ എന്ന് പറയാൻ ഇടവരുത്തരുത്, അതിനാരും നിന്നു കൊടുക്കരുത്. അങ്ങനെ ആരെങ്കിലും മുതിർന്നാൽ അവരെ തളക്കാൻ, അവരെ നിയന്ത്രിക്കാൻ സമൂഹത്തിൽ നട്ടലുള്ള ആർജവമുള്ള മുതിർന്ന തലമുറയുണ്ടാകണം. മക്കളെ, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകണം. നിങ്ങളോട് പറ്റൂല എന്ന് പറയാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വീട്ടിലിരിപ്പാകും, ആ കല്യാണം തന്നെ അലസിപ്പോകും, ഡിവോഴ്സിൽ കലാശിക്കും, കേസാകും, കുട്ടീശ്വരാകും. എന്തിനാ ഇതിന് നിൽക്കണത്? എത്രയോ ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മൾ നടത്തുന്ന ഈ വിവാഹങ്ങൾ, എത്രയോ കാലം കാത്തിരുന്ന് നമ്മൾ ഏർപ്പെടുന്ന ഈ വിവാഹം എന്ന കർമ്മം ഒരൊറ്റ ദിവസം കൊണ്ട് ചില ആളുകളുടെ മാത്രം ദുസ്വഭാവം കൊണ്ട്, ദുർനടപടി കൊണ്ട് ഇല്ലാതാവുക എന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ മോശമാണ്. അതുപോലെ വിവാഹത്തിന് വസ്ത്രം വാങ്ങുമ്പോൾ മിതമായത് വാങ്ങുക. അള്ളാഹുവിന് കോപമുണ്ടാകുന്നത്, അള്ളാഹുവിന് അനിഷ്ടകരമാകുന്നത്. കുലു വശറബു വലാ തുസ്രിഫു, നിങ്ങൾക്ക് തിന്നാം കുടിക്കാം, പക്ഷേ ഇസ്റാഫ് അരുത് കേട്ടോ. എല്ലായിടത്തും ഖുർആൻ പറയുന്നുണ്ടത്. നിങ്ങൾക്ക് എല്ലാം ആകാം, പക്ഷെ അതൊക്കെ മിതമായിട്ട് വേണം, അമിതത്വം കാണിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അമിതത്വം കാണിക്കുന്നവർ പിശാചിൻ്റെ ബ്രദേഴ്സാണെന്നാണ്. പിശാചിൻ്റെ സഹോദരങ്ങളാണ് അമിതത്വത്തിന് മുതിരുന്നത്. വക്കാന ശൈത്വാനു ലി റബ്ബിഹി കഫൂറ, പിശാചാരാണ്? അള്ളാഹുവിനോട് അങ്ങേറ്റം നന്ദി കെട്ടവനാണ്. അപ്പം നിങ്ങൾ ഈ തബ്ദീർ അഥവാ
അമിതത്വം കാണിച്ചാൽ, ധൂർത്തടിച്ചാൽ, അതിൻ്റെ അർത്ഥം നിങ്ങളും പിശാചിൻ്റെ പാത പിന്തുടരുന്നു, അതുവഴി അള്ളാഹുവിനോട് നന്ദി കെട്ടവരായി ജീവിക്കുന്നു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് ഈ അമിതത്വം കാണിക്കുന്ന ആളുകൾ. ലക്ഷങ്ങളുടെ ഡ്രസ്സ് അല്ലെ നമുക്ക് ധാരാളം ഉള്ളതുകൊണ്ടാണ് 2-3 ജോഡിയൊക്കെ എടുക്കും കല്യാണത്തിന്. എന്നിട്ട് അവസാനം ഒരു തീരുമാനമാണ് നമുക്ക് എല്ലാവർക്കും ആ ലാസ്റ്റ് ദിവസം ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടാലോ. എന്നിട്ട് അങ്ങനെ ചിലവിൻ്റെ മുകളിൽ ചിലവുണ്ടാക്കുകയാണ് ചില ആളുകൾ. ഇല്ലായ്മയിലും ഇതിനെയൊക്കെ അനുകരിക്കേണ്ടി വരികയാണ് അവർ. അതിന് കടം വാങ്ങേണ്ടി വരികയാണ്. അതിന് വഴി മരുന്നിട്ട് കൊടുക്കണതോ ഈ സമ്പന്നരാണ്. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ ഉണ്ടാകും തീർച്ചയാണ്. പടച്ചവൻ ഉറപ്പിച്ച് പറഞ്ഞതാണ്, എൻ്റെ ശാപം, അമിതത്വത്തിലൂടെ എൻ്റെ ശാപം ആരിൽ വീണുവോ അവൻ നശിച്ചത് തന്നെ. അവൻ ഹവ എന്ന് പറഞ്ഞാൽ അവൻ ചെന്ന് വീണു എന്നാണ്, നരകത്തിൽ ചെന്ന് വീഴും എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിവേകമില്ലാതെ, വിവേകശൂന്യമായി, മര്യാദയില്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അഹങ്കാരത്തിൻ്റെ പർവ്വം താണ്ടി ഇങ്ങനെ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ കൊണ്ട് നമുക്ക് ഇഹത്തിലും പരത്തിലും ആളുകളുടെ മുന്നിൽ, മനുഷ്യരുടെ മുന്നിലും, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിലും ആക്ഷേപാർഹരായി കഴിയേണ്ടി വരും. അത്തരം മോശമായ ഒരു പര്യവസാനത്തെ തൊട്ട് അള്ളാഹു നാമെ അവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫയാ അയ്യുഹൽ ഇഖ്വ ഉസീകും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, സാന്ദർഭികമായൊരു സംഗതി ഉണർത്തുകയാണ്. നമ്മൾ വ്യാഴാഴ്ച ദിവസം മഗ്‌രിബിന് ഇശാക്ക് നമ്മൾ ഓതുന്ന സൂറത്തുകൾ, 2 സൂറത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ ഓതൽ സുന്നത്താണ്. അതിലൊന്ന് സൂറത്തുൽ ആല, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആല. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഗാശിയ ഓതും. എന്തിനാ അങ്ങനെ നമ്മൾ ഓതണത്? എല്ലാ വ്യാഴാഴ്ച ഓതും. എന്തിനാ അത്? നാളെ വെള്ളിയാണെന്നുള്ള സൂചനയാണ്. നാളെ വെള്ളിയാണെന്ന് ഇമാം അറിയിക്കുകയാണ്. അത് അള്ളാഹുവിൻ്റെ സംവിധാനമാണ്, പ്രവാചകൻ്റെ ചര്യയാണ്. ഈ ദീൻ നമ്മളെ പഠിപ്പിച്ചതാണ്. നാളെ വെള്ളിയാണെന്ന് വ്യാഴാഴ്ച രാത്രി തന്നെ അറിയിക്കുകയാണ്. ഇനി ഒരാൾ വ്യാഴാഴ്ച രാത്രി ഉണ്ടായില്ല നിസ്കരിക്കാൻ, അല്ലെങ്കിൽ വീണ്ടും മറന്നുപോയി, വീണ്ടും സുബഹിക്ക് വരുമ്പോൾ എന്താണ്, അവിടെയും സുന്നത്തുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ സജദയോതും ഇമാമ്, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തു ദഹർ അല്ലെങ്കിൽ സൂറത്തുൽ ഇൻസാൻ എന്നറിയപ്പെടുന്ന സൂറത്തു ദഹർ ഓതും. എന്താണ്, ഇന്ന് വെള്ളിയാഴ്ച ആട്ടോ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്ര പ്രാധാന്യമുണ്ട് നമ്മുടെ ദീനിൽ വെള്ളിയാഴ്ചയ്ക്ക്. 2 നിസ്കാരത്തിൽ സുന്നത്തായ സൂറത്തുകൾ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മറന്നു പോകാതിരിക്കാനാണ്. എന്നിട്ടും നമ്മളതിനെ അവഗണിച്ചാലോ, അത് ദീനിനോടുള്ള അവഗണനയാണല്ലോ. അപ്പം അതുകൊണ്ട് വേറെ തിരക്കുകളൊന്നുമില്ലെങ്കിൽ, വെള്ളിയാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പുള്ള ആ വെള്ളിയാഴ്ച ദിവസം എന്ത് ചെയ്യുക, ഇമാമ് മിമ്പറിൻ്റെ മുകളിൽ കയറുന്നതിന് മുൻപ് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുക. ചില ആളുകളെ പിശാച് വീണ്ടും പറ്റിക്കും. എന്ത് ചെയ്യും, അവരെ കൊണ്ടുവന്ന് വാതുക്കെ നിർത്തും, കയറാൻ സമ്മതിക്കില്ല. ഒരു കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കും, വർത്താനം പറയണമെന്ന് പറയും, വർത്താനം പറയും. പിന്നെ എപ്പോഴാണ് കയറുക? ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് മിമ്പറിൻ്റെ മുകളിൽ ഇമാം കയറി കഴിഞ്ഞാലാണ് ഇവൻ കയറുക. അപ്പോഴാണ് ബോധം വയ്ക്കുക. എന്ത് സംഭവിക്കുന്നു? ഇമാം മിമ്പറിൻ്റെ മുകളിൽ കയറുന്നത് വരെ പള്ളിയുടെ വാതിൽക്കൽ അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ പേരെഴുതിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ കയറിയെന്ന്. ആദ്യം കയറിയപ്പോഴുള്ള കൂലിയൊക്കെ നമുക്കറിയാം അല്ലേ? അങ്ങനെ ഇമാം മിമ്പറിൻ്റെ മുകളിൽ കയറിയിട്ട്, ഏത് ഇമാമാകട്ടെ, ഖത്തീബാകട്ടെ, മിമ്പറിൻ്റെ മുകളിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇവർ ആ പുസ്തകം അടച്ചിട്ട്, രജിസ്റ്റർ അടച്ചിട്ട് ഇമാമിനെ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ പിന്നീട് കയറി വരുന്നവരുടെ പേര് ലിസ്റ്റിലുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, വ്യാഴാഴ്ച മുതൽ തന്നെ ദീൻ ചില സുന്നത്തുകൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കി. നാളെ വെള്ളിയാണ്, ജുമാ ദിവസമാണ്, ജുമയ്ക്ക് നേരത്തെ എത്തേണ്ടതുണ്ട് എന്ന കൃത്യമായ സൂചനകളും നിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നത്. അതിനെ നമ്മൾ അവഗണിച്ചാലോ? അപ്പോൾ അതുകൊണ്ട് മറ്റ് വലിയ തിരക്കുകൾ നമുക്കില്ലെങ്കിൽ, വലിയ പ്രതിബന്ധങ്ങൾ നമുക്കില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യസമയത്ത് തന്നെ ഇമാം മിമ്പറിൻ്റെ മുകളിൽ കയറുന്നതിന് മുൻപ് തന്നെ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ. പലപ്പോഴും കമ്മിറ്റിക്കാരൊക്കെ പുറത്തുനിന്ന് വർത്താനം പറയാം. ഒരിക്കൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. കമ്മിറ്റിക്കാർ 3-4 പേര് പുറത്തുനിന്ന് വർത്താനം, ചർച്ചയാണ് അവരെന്ത് ചെയ്യും, പള്ളിയുടെ ചിലവൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. പക്ഷേ അത് ജുമ കഴിഞ്ഞാലും ആകാം. ഇബ്ലീസ് പറ്റിക്കുകയാണ്, പുറത്തുനിന്നൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന്. അത്തരം ഇബ്ലീസിൻ്റെ തട്ടിപ്പുകളിൽ തൽബീസ് ഇബ്ലീസ് എന്നൊരു കിതാബ് തന്നെയുണ്ട്. ഇബ്ലീസ് എങ്ങനെയാണ് നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തുക എന്നതാണ് അതിലെ ചർച്ച. അതിൽ പല കോലങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ചിലതാണ് ഈ പറഞ്ഞത്. എന്ത്, പുറത്ത് നിർത്തി വർത്തമാനം പറയിക്കുക എന്നത്. സമയമായാലും നമുക്ക് തിരക്കൊന്നുമില്ലെങ്കിലും ഇതുകൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്രധാനമായ ചിലത് നമുക്ക് ചിലതിലേക്ക് പിശാച് നമ്മളെ ക്ഷണിക്കുകയും നമ്മൾ അതിന് ഉത്തരം ചെയ്യുകയും ചെയ്യുക എന്നത്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
കിട്ടുന്ന പ്രതിഫലം കളയാതിരിക്കുക. നാളെ പരലോകത്ത് നമ്മുടെ നന്മ തിന്മകൾ തൂക്കുമ്പോൾ ഇതൊക്കെ ഏറെ കനം തൂങ്ങുന്ന നന്മകളായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ അഭിമാനത്തോടു കൂടി നമ്മുടെ വെള്ളിയാഴ്ചകളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മെ ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് വളരെ മോശമായൊരവസ്ഥയിൽ സ്ട്രോക്ക് വന്നിട്ട് ഇത്തിരി പ്രയാസത്തിൽ ആശുപത്രിയിലാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ സഹോദരൻ്റെ വയ്യായിക അസുഖം പ്രയാസം അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. വേദനകളെ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലുമൊക്കെ കഴിയുന്ന ധാരാളം സഹോദരീ സഹോദരന്മാരുണ്ട്. നമ്മോടൊപ്പം പള്ളിയിൽ വന്ന് ജുമുഅ കൂടാനും നമസ്കരിക്കാനും ഒക്കെ ഏറെ താല്പര്യമുള്ള സഹോദരീ സഹോദരന്മാരുണ്ട്. അള്ളാഹു അവർക്ക് ഏവർക്കും എത്രയും വേഗം ശിഫ നൽകുമാറാകട്ടെ. കടം കൊണ്ടും മറ്റ് സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ കടങ്ങളെ അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഗുരുവര്യന്മാർ, ഞങ്ങൾ സ്നേഹിച്ചവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളുടെ ഉറ്റമിത്രങ്ങൾ, അവരിലെ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അവരുടെ പാപങ്ങളും ദോഷങ്ങളും പുറത്തു മാപ്പാക്കി കൊടുക്കണമേ നാഥ. ഞങ്ങളെയും അവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിന്നാ വൽ അംവാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. آمين برحمتك يا أرحم الراحمين.